എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം. +1 +2 പബ്ലിക് എക്സാം 2025 എക്കണോമിക്സ് ഇംഗ്ലീഷ് വാല്യുവേഷൻ ക്യാമ്പുകളിൽ നിന്നും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ആ വിഷയത്തിൻ്റെ മാത്രമായിട്ട് ഓരോ വിഷയത്തിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് അപ്ഡേറ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യ സീരീസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എക്കണോമിക് ഹിസ്റ്ററി വിഷയങ്ങളാണ് എടുക്കുന്നത്. എക്കണോമിക് ഹിസ്റ്ററി വിഷയങ്ങൾ എടുത്തതിന് കാരണം കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും ഒരേപോലെയുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടും എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ അപ്ഡേറ്റുകൾ പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 +2 പബ്ലിക് എക്സാം 2025 എക്കണോമിക് ഇംഗ്ലീഷ് വാല്യുവേഷൻ ക്യാമ്പുകളിൽ നിന്നും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്ത. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് തപ്പിയാൽ മനസ്സിലാവും. ഈ ഓരോ വിഷയം ബേസായിട്ട്, അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ അക്കൗണ്ടൻസി, ബിസിനസ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ് എന്നിങ്ങനെ വിഷയങ്ങളുടെ വാല്യുവേഷൻ്റെ അപ്ഡേറ്റ് എങ്ങനെ ഉണ്ടാവും, അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്ഡേറ്റ് ചെയ്യാം, കുഴപ്പമില്ല, തപ്പി പിടിച്ചു. അപ്പം എക്കണോമിക് ഇംഗ്ലീഷ് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ സയൻസ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉള്ള വിഷയം തന്നെയാണ് എക്കണോമിക്സ് ഇംഗ്ലീഷ് എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മൾ +1 കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് നിങ്ങളുടെ പാഠഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളില്ലാത്തൊരു പാഠഭാഗങ്ങളാണ്. കാരണം ഞാനൊരു ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥിയാണ്. ഞാൻ അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല പഠിച്ചത്. ഞാൻ 2024 കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയതാണ്. കഴിഞ്ഞ വർഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ഹ്യൂമാനിറ്റീസ് പഠിച്ച് ഇറങ്ങിയത്. കഴിഞ്ഞ വർഷം ഞാൻ പാസ് ഔട്ടായ വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് എക്കണോമിക്സ് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായിരുന്നു. എക്കണോമിക്സ് +1 +2 ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. അപ്പം എൻ്റെ ഒരു ബേസിലും പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ 2024 പാസ് ഔട്ടാണ്. ഇപ്പം +2 പഠിച്ചിറങ്ങിയിട്ട് ഒരു വർഷമേ ആയിരുന്നുള്ളൂ. അപ്പം എന്തായാലും സിലബസിലോ കാര്യങ്ങളോ ഒന്നും മാറ്റം വന്നിട്ടില്ല. എല്ലാം അതേ സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ എക്കണോമിക്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു ടഫായ വിഷയമാണ് എക്കണോമിക്സും ഇംഗ്ലീഷും എന്നൊരു വിഷയം. +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ. സാധാരണഗതിയിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഈ മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾ, മാത്സിൽ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഹ്യൂമാനിറ്റീസുകാരെ സംബന്ധിച്ച് എന്താണ്, എക്കണോമിക്സ് ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് +1 പഠിക്കേണ്ടി വരുന്നത് എന്താണ്, 40 മാർക്കിൻ്റെ ഇന്ത്യൻ എക്കണോമിയും അതുപോലെ തന്നെ എക്കണോമിയും പിന്നെ 40 മാർക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സുമാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്നത്. 40 മാർക്കിൻ്റെ ഇന്ത്യൻ എക്കണോമിയും 40 മാർക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും ടോട്ടൽ നിങ്ങൾക്ക് 80 മാർക്കിലാണ് പരീക്ഷ ഉള്ളത്. അപ്പോൾ ഹ്യൂമാനിറ്റീസുകാർ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കണക്ക് പൊതുവെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാൽ പോലും നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്കെന്ന് പറയുന്നത് 24ആണ്. ഞാൻ പറഞ്ഞു 40 മാർക്കിൻ്റെ ചോദ്യം ഇന്ത്യൻ എക്കണോമിയാണ്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സോ കണക്കോ ഒന്നും വരുന്നില്ല. കാരണം ഞാൻ +1 പഠിച്ചിട്ടാണല്ലോ ഇവിടെ എത്തിയത്. അപ്പം നിങ്ങൾക്ക് ജയിക്കാൻ, ഞാനിപ്പോഴും പറഞ്ഞു, ആ 40 മാർക്കിൻ്റെ ഇന്ത്യൻ എക്കണോമി എന്ന പാർട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പകുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ജയിക്കാൻ 24 വേണ്ടു, പക്ഷേ എക്കണോമിക്ക് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, 40 മാർക്കിന് കിട്ടണം. 40 മാർക്കിൻ്റെ പാർട്ട് എക്കണോമിക്കും അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ പാർട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മാത്സ് ഒരു ബുദ്ധിമുട്ടാണ് പറഞ്ഞ് എക്കണോമിക്സ് തോക്കുമെന്ന് പറഞ്ഞത് നമുക്ക് അത്രയ്ക്കും ഒരിക്കലും അപ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്സ് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാതിരുന്നാൽ, ഞാൻ പറഞ്ഞു എക്കണോമിക്ക് 40 മാർക്കിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് 40 മാർക്കിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എക്കണോമിക്ക് മാത്രം പഠിച്ചിട്ട് ഇന്ത്യൻ എക്കണോമി പഠിച്ചിട്ട് നിങ്ങൾക്ക് 40 മാർക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ എക്കണോമിക്സ് അങ്ങനെ വിദ്യാർത്ഥികൾ ടഫല്ല. പിന്നെ +2ലേക്ക് വരുമ്പോഴാണ് പിന്നെയും കുറച്ചുകൂടി ടഫിലേക്ക് പോകുന്നത്. എക്കണോമിക്സിൻ്റെ കാര്യം എടുക്കുമ്പം +2ലേക്ക് വരുമ്പോൾ എന്താണ്, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് ആണ്. അങ്ങനെയാണല്ലോ, മൈക്രോയും മാക്രോ ആണല്ലോ. അങ്ങനെ ഇപ്പോൾ അതിലേക്ക് കുറച്ച് വരുമ്പോൾ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് എന്നാൽ പോലും നിങ്ങൾക്ക് കണക്കില്ലാതെ തന്നെ, വലിയ തോതിൽ കണക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് പാസ്സായി പോയി. ഇപ്പോൾ ഞാനിപ്പോഴും പറഞ്ഞു, നിങ്ങളിത് ജസ്റ്റ് +2 ഒരു വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക്സ് കണക്കില്ലാതെ തന്നെ ജയിക്കാൻ പറ്റിയ കുറേ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്.
എക്കണോമിക്സ് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് പാസ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഒരു മിനിമം മാർക്കൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഫുൾ എ പ്ലസും നല്ലൊരു ടോപ്പ് 70 മേലേക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബുക്ക് മൊത്തം എടുത്ത് വിഴുങ്ങേണ്ടി വരും. ബുക്ക് മൊത്തം നിങ്ങൾ വിഴുങ്ങേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾ, കാരണം ബുക്കിന് എവിടെയൊക്കെ ചോദ്യം വരുന്ന ഒരു പിടുത്തമില്ല. പക്ഷേ ജസ്റ്റ് ഒരു പാസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യാം, പാസ്സായി പോകുന്നൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്നുള്ളത്. എന്നാലും കുറച്ച് ടഫാണ്, എന്നാലും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ കിട്ടാവുന്ന ഒരു വിഷയം തന്നെയാണ് എക്കണോമിക്സ് എന്നുള്ളതും. അപ്പോൾ വാല്യുവേഷനൊക്കെ ലിബറൽ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ വാല്യുവേഷൻ ക്യാമ്പ് മുന്നോട്ട് പോകുന്നുമുണ്ട്. വിദ്യാർത്ഥികളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറോ കാര്യങ്ങളോ ഒന്നും എക്കണോമിക്സിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വാല്യുവേഷൻ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എക്കണോമിക്സിൻ്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ലിബറൽ വാല്യുവേഷൻ തന്നെയാണ്. ഇനി എന്താണ് ഇംഗ്ലീഷ് വാല്യുവേഷൻ? ഇംഗ്ലീഷിൻ്റെ +1 എടുക്കുകയാണെങ്കിലും +2 എടുക്കുകയാണെങ്കിലും കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് എല്ലാ വിദ്യാർത്ഥികൾക്കും കോമൺ ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നിർബന്ധമായിട്ട് പഠിക്കണം, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടഫുള്ള വിഷയം തന്നെയാണ്. ഞാൻ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇംഗ്ലീഷ് പറയാത്തതിന് കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സയൻസ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പറയാതിരിക്കുന്നതിന് കാരണം വെച്ചാൽ, സയൻസ് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൊമേഴ്സ് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് സംബന്ധിച്ച് എൻ്റെ ക്ലാസ്സിലുള്ള ബേസിക്കലി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇംഗ്ലീഷ് ഒരു ടഫുള്ള വിഷയം തന്നെയാണ്. കാരണം പാസ്സായി പോകാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്. ഇപ്പം ഞാനടക്കം എൻ്റെ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഞാൻ അത്ര വലിയ നോളജ് വലിയുള്ള ഞാൻ അമേരിക്കക്കാരനൊന്നുമല്ല, ഞാൻ ഈ കേരളത്തിൽ ജനിച്ചത് തന്നെയാണ്. എനിക്ക് അത്രയും ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻസി ഉള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് എത്രത്തോളം ടഫാണെന്ന് എനിക്കറിയാം, ഹ്യൂമാനിറ്റീസുകാരെ സംബന്ധിച്ച്. കൊമേഴ്സുകാരെ, സയൻസുകാരെ സംബന്ധിച്ച് എനിക്ക് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ, ഇംഗ്ലീഷ് കൊമേഴ്സ്, സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാവുമോ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം ഹ്യൂമാനിറ്റീസ് സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ അനുഭവം തന്നെ എടുക്കുകയാണെങ്കിൽ എനിക്കെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ടഫായിരുന്നു. പക്ഷേ വാട്ട് എവർ, പാസ്സായിപ്പോയി, ദൈവാനുഗ്രഹം കൊണ്ട് പാസ്സായിപ്പോയി എന്ന് പറയാം. അപ്പം വാല്യുവേഷൻ ലിബറൽ തന്നെയാണ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാകും. ഇംഗ്ലീഷ് പിന്നെ നമുക്ക് എങ്ങനെയും പഠിച്ചേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല, അത് വേറെ കാര്യം. എന്നാലും നിങ്ങൾ പേടിക്കേണ്ട, പാസ്സാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മൈ നെയിം ഇസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് ക്രിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.